എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. 100 കോടി രൂപയിലധികം ചെലവാക്കിയാണ് ഈ 4ാം വാർഷിക മാമാങ്കം നടന്നത്. 5 പൈസ കയ്യിലില്ല. 5 പൈസ. നിങ്ങൾക്കറിയാം, ആശുപത്രി ചെന്നാൽ മരുന്നില്ല, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പണം കൊടുക്കാറുണ്ട്. മാവേലി സ്റ്റോറിൽ ചെന്നാൽ സാധനമില്ല, സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാറുണ്ട്. ക്ഷേമനിധി പെൻഷനുകൾ മുഴുവൻ മുടങ്ങിക്കിടക്കുകയാണ്. കാർഷിക രംഗത്ത് തകരാറിലാണ്. ഈ വർഷം തുടങ്ങിയിട്ട് 18 പേര് ആലചോട്ടിക്കുന്നു. ഒരു കിടങ്ങ് കുടിക്കാൻ പൈസയില്ല, ഒരു ഫെൻസിങ്ങിന് പൈസയില്ല, ഒരു മതിൽ കെട്ടാൻ പൈസയില്ല. ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്. ആശാ വർക്കർമാര് ഇവിടെ സമരത്തിലാണ്, കൊടുക്കാൻ കയ്യിൽ പൈസയില്ല. അംഗൻവാടി ജീവനക്കാർ പ്രശ്നത്തിലാണ്, കൊടുക്കാൻ പൈസയില്ല. വികസന പ്രവർത്തനങ്ങൾ ജലജീവൻ മിഷൻ സ്തംഭിപ്പിച്ചു, കൊടുക്കാൻ പൈസയില്ല. PWD കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിലാണ്, കരാറുകാർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട്. ഇത്രയും ദയനീയമായ സ്ഥിതിയുള്ള ഈ സർക്കാരാണ് 100 കോടി രൂപയിൽ അധികം മുടക്കി ഈ മാമാങ്കം നടത്തുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. അതല്ലേ ചെയ്യേണ്ടത്. ഈ സങ്കടങ്ങൾ കേൾക്കാതെ, ഈ പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ ഈ ആഘോഷമായിട്ട് നടക്കുക. 15 കോടി രൂപ മുടക്കി കേരളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ പണം വെക്കുന്ന ഹോർഡിംഗ്സ് വെക്കുന്നു. ഇത് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് കണ്ണീര് വീണ് നടക്കുകയാണ് സെക്രട്ടറിയേറ്റിന് മുൻപ്. ആ CPO, വിമൻ കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീര് വീണ് നടക്കുന്ന സെക്രട്ടേറിയറ്റിലാണ് ഇവർ അധികാരത്തിലിരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ മാമാങ്കം, ഈ വാർഷിക മാമാങ്കം, ഈ 4ാം വർഷം എന്തുണ്ടായിട്ടാണ്, ആരുടെ മുമ്പിൽ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തെ മുഴുവൻ തകർത്ത് ചരിത്രമാക്കി. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ട്രഷറി പൂട്ടിയിട്ടിട്ടാണ് ഇല്ലാത്ത പണം കടം മേടിച്ച് ഈ ആർഭാടം കാണിക്കുന്നത്.